ഹലോ ഗായ്സ്, വെൽക്കം ടു ഫോസ്റ്റർ. ഇന്ന് നമുക്ക് വീക്കെൻഡിൽ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. എപ്പോഴും നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസും പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. കാരണം നമ്മൾ എന്തെല്ലാം മിസ്റ്റേക്കുകൾ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈസി പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആണ്. സോ നെക്സ്റ്റ് വീക്ക് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് എങ്ങനെ മാർക്കറ്റിനെ നോക്കി കാണാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടാണ് അത്. അതൊരു പ്രാക്ടീസാണ്, അത് നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് എടുക്കണം എപ്പോഴും. സോ നമുക്ക് ഈ വീക്ക് മൺഡേ തൊട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 50 മിനിറ്റ്സിൻ ടൈം ഫ്രെയിമാണ്. അതിൽ നമുക്കൊന്ന് മാർക്കറ്റ് അനലൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൺഡേ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു. ഈ ഏരിയയിലും ലിക്വിഡിറ്റി മാർക്കറ്റ് ഈ ഒരു പ്രൈസിൽ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതാ ഈ ഒരു പ്രൈസിൽ മാർക്കറ്റ് എടുത്തു. സോ മുകളിൽ ലിക്വിഡിറ്റി എന്തില്ല, നിലവിൽ മുകളിലില്ല. പിന്നെ ലിക്വിഡിറ്റി എവിടെയുള്ളത്? ലിക്വിഡിറ്റി താഴ്ഭാഗത്താണ് ലിക്വിഡിറ്റി ഉള്ളത്. ആ ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഈ പ്രൈസിന് താഴെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എടുത്തു. കാരണം എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത്, മാർക്കറ്റ് സ്ട്രെയിറ്റ് അവേ പോയിട്ട് ഒരു ഹൈ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് വരില്ല. കാരണം മാർക്കറ്റ് ആദ്യം ഒരു ലോ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റിന് ബയേഴ്സിനും സെല്ലേഴ്സിനും ഈക്വലി മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഒരു ഡയറക്ഷനിലോട്ട് പോവുക. എപ്പോഴും മാർക്കറ്റിന് ഒരു ഓവറോൾ ഒരു ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ ഈ ഒരു അനാലിസിസ് ഭയങ്കര നിർബന്ധമാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഈ ഒരു റേഞ്ചിലുള്ള ലിക്വിഡിറ്റി ട്യൂസ്ഡേ ഏർലി മോർണിംഗ് 2:45 മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴെ ഇറങ്ങിയിട്ട് ഈ ഒരു റേഞ്ചിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റിന് കറന്റ് ലിക്വിഡിറ്റി എവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഈ ഒരു റേഞ്ചിലാണ് ലിക്വിഡിറ്റി എടുക്കാനുള്ളത് വെനസ്ഡേ. സോ വെനസ്ഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലോസ്ലി നമുക്ക് ചാർട്ടിന് ഒബ്സർവ് ചെയ്യാം. വെനസ്ഡേയിലെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങിയത്. സോ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് 0.6 അല്ലെങ്കിൽ 0.7 ആയിരിക്കും മാർക്കറ്റ് ഇറങ്ങുക. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഫിബ് വരയ്ക്കുക? ഫിബ് ഈ ഒരു റേഞ്ച് നമ്മൾ താഴോട്ട് വരയ്ക്കുക. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 0.6 എന്നാണ് മാർക്കറ്റ് ഇറങ്ങിയിട്ടുള്ളത്. സോ മാർക്കറ്റിന് ഇനഫ് ലിക്വിഡിറ്റി അവിടെ കിട്ടിയതിന് ശേഷമേ മാർക്കറ്റ് ഇറങ്ങിയിട്ടുള്ളൂ. അതിനുശേഷം ഇന്നലെ വ്യാഴാഴ്ച മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ്, ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് മാക്സിമം റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തു മാർക്കറ്റ്. ഈ പ്രൈസിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ തരാതെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു, സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഒരു ഡയറക്ഷനിലോട്ട് പോയത്. ഈവൻ ഈ ഒരു പ്രൈസിൽ പോലും ഒരു റീറ്റെയിൽ ട്രേഡറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഈ റാലിയിൽ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു സിഗ്സാഗ് മൂവ്മെന്റ് റീറ്റെയിൽ ട്രേഡർ വല്ലാതെ ടയർഡ് ആക്കിയിട്ടുണ്ടാവും. സോ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് പോയി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെന്റിലാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഒരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മളൊരു ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ അറ്റ് ദ എൻഡ് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹ്യൂജ് ലോസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം മാർക്കറ്റ് അത്രയും സ്പോണ്ടാനിയസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പം ഞാൻ കണ്ട ഒരുവിധം ട്രേഡേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസസ് പോയിട്ടുള്ളത് ട്യൂസ്ഡേ ഈ ഒരു ക്യാൻഡിലാണ് ഒട്ടുമിക്ക ആളുകൾ വാഷ് ഔട്ട് ആക്കിയിട്ടുള്ള ക്യാൻഡിൽസ് ആണത്. കാരണം ഒരു വി ഷേപ്പ് റിക്കവറി ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റ് 4637 സ്ട്രെയിറ്റ് 4727 100 പോയിന്റ്സ് ഒരു റീട്രേസ്മെന്റ് തരാതെ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആവറേജ് ചെയ്തവരൊക്കെ മാർക്കറ്റ് നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. കാരണം അവർ വിചാരിച്ചു ഈ ലിക്വിഡിറ്റി എടുത്ത് ഈ ഒരു പ്രൈസിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങുമെന്ന്. പക്ഷെ മാർക്കറ്റ് അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടാണ് മാർക്കറ്റ് ഡയറക്ഷൻ തന്നിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ഒരു ചാർട്ടിൽ നമുക്ക് വർക്ക് ചെയ്യുന്നേക്കാളും നല്ലത്, നമുക്ക് എപ്പോഴും നല്ലത് സ്കാൽപ്പിംഗ് മെത്തേഡ്സ് ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ എന്താണ് സ്കാൽപ്പിംഗ് മെത്തേഡ്സ്, നമുക്ക് എങ്ങനെയാണ് അത് ഈസി ആയിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള EMA 20, 50, 100 and 200. ഇതിൽ 100 and 200 മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ RSI നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സ്ട്രാറ്റജിയും സിമ്പിൾ ടൂളാണത്. RSI എപ്പോഴും ഉണ്ടാവുക കസ്റ്റമൈസ് ചെയ്യുന്നേക്കാളും നല്ലത് 70/30. ഇത് RSI നമ്മൾ അഡ്വാൻസ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. RSI എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ട്രേഡിന്റെ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ഓവർസോൾഡ്. RSI എപ്പോഴാണ് ഓവർസോൾഡ് ആവുന്നത്? നിയർലി 70 എത്തുന്നത്, അവിടെ നമ്മൾ സെൽ എൻട്രിക്ക് പ്ലാൻ ചെയ്യും. RSI എപ്പോഴാണ് ഓവർ ബോട്ടിൽ വരുന്നത്? നിയർലി 30, അവിടെ നമ്മൾ ബൈ എൻട്രി പ്ലാൻ ചെയ്യും.
ഇപ്പം മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ചാർട്ടാണ്. ഇന്നൊരു ഈവനിങ്ങിലുള്ള ചാർട്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരുപാട് ദിവസം മുന്നേയുള്ള ചാർട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സിനാരി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ഉണ്ടായിട്ടുള്ളത്, മാർക്കറ്റ് ഒരു നല്ല ഒരു കൺസിക്യൂട്ടീവ് ബയർ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു ബയർ ഒബ്സർവ് ചെയ്യുമ്പോൾ RSI എവിടെയാണ് നോക്കുക, RSI 70-ലാണുള്ളത്. ആ 70-ൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ ഒരു എൻഗൽഫിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് കൊടുക്കാം. ഈസി മെത്തേഡാണ് ഒരു ട്രേഡ് ആയിട്ട് എനിക്ക് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, EMA കസ്റ്റമൈസ് ചെയ്യുക. ഇതിൽ പ്ലോട്ട് ചെയ്യുന്നത് 20 ആൻഡ് ഇത് 20 ആണ്, ഇത് 50 ആണ്, ഇത് 100 ആണ്, ഇത് 200 ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ചാർട്ട് നമുക്ക് ഒരിക്കലും റീഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിലായിരിക്കും ആ ചാർട്ടിന്റെ കാണുക. കാരണം ഫുള്ള് ലൈൻസ് ആയിരിക്കും. സോ ആ ലൈൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20 50 ഒഴിവാക്കി. ഇത് 100 ഇത് 200 ആണ്, ബ്ലൂയിലും ഗ്രീനിലും വരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, പ്ലോട്ട് ചെയ്തു. ഇവിടെ എങ്ങനെയാണ് ട്രേഡ് നമ്മൾ എടുക്കുക, കൺസിക്യൂട്ടീവ് ബയറെ നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു. 1 2 3 4 ഈ ക്യാൻഡിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSI 70 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ഈസി ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഷോർട്ട് സെല്ല്, ഈ ഒരു ഷോർട്ട് സെല്ല് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എവിടെയാണ് നമ്മൾ എക്സിറ്റ് വരിക, EMA 100 ഒരു 200-ന്റെ 200 ആണ് നമ്മൾ എക്സിറ്റ് വരിക. സി, ഈ ഒരു പ്രൈസിലാണ് നമ്മൾ എക്സിറ്റ് വരിക. കണ്ടില്ലേ, ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത്, കൺസിക്യൂട്ടീവ് ബയർ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം സ്ട്രോങ് സെൽ ക്യാൻഡിൽ വിത്ത് RSI 70. അതായത് ഇവിടെയുള്ള ഈ ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ RSI 70-ന്റെ അടുത്ത് നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, പുഷ് ബാക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു എൻട്രിയാണ്. ഈ എൻട്രി ഇതോടുകൂടി കഴിഞ്ഞിട്ടു. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു എൻട്രിയാണ് ഈ ഒരു എൻട്രി. സി, നമ്മൾ അഗെയിൻ ദ സെയിം സിനാരിയോ, ഇതേ കൺസിക്യൂട്ടീവ് ബയർ ഒബ്സർവ് എവിടെ ചെയ്തു, ഈ ഒരു പ്രൈസിൽ ചെയ്തു. ഈ ബൈങ് ക്യാൻഡിൽ നമ്മൾ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബയസിനെ നമ്മൾ ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയറിയിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രോങ് സെൽ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, RSI 70 നിയർലി 70 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, EMA 100 ഒരു 200-ലോട്ട് നമുക്ക് ചെയ്യാം. അത് പ്രൈസ് ആക്ഷൻ മോണിറ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് കൊടുക്കാൻ പറ്റും, ഇതാ ഈ ഒരു റേഞ്ചിലോട്ട് 1:2 ടാർഗറ്റ് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് EMA 100 ഒരു 200 എന്ന് പറയുന്നത്. എക്സിറ്റിന്റെ പൊസിഷൻ വരുന്നത് ഈ റീജിയനിലാണ്. ഇവിടെ നിന്നുള്ള പുതിയ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ റീജിയനിൽ ചെയ്തത്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഈ EMA 100 EMA 200 ഓവർലാപ്പ് ചെയ്യുന്നിടത്ത് പുതിയ ഫ്രഷ് ബയേഴ്സ് ഫോം ചെയ്ത് മുകളിലോട്ട് പോയി. അതിനുശേഷം ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. ആ ലിക്വിഡിറ്റി എടുത്തും ചെയ്ത് ഒരു സ്ട്രോങ് സെൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് മാർക്കറ്റ് താഴോട്ട് എടുക്കാൻ പറ്റും. മാർക്കറ്റ് ഒരു സെൽ സെറ്റപ്പ്, സെൽ ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്തു. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോങ് വ്യൂവിലോട്ട് നമ്മൾ പോകുന്നതിനേക്കാളും നല്ലത് ഒരു ഷോർട്ട് വ്യൂവിൽ നമ്മൾ ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും നല്ലത്. സോ നമ്മൾ ഇന്നെടുത്ത ട്രേഡിൽ ബാലൻസ് $150 ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉച്ചയ്ക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് വൈകിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഈ സെയിം സെറ്റപ്പിൽ തന്നെ നമ്മൾ സ്കാൽപ്പ് ചെയ്ത് കൂടി ചെറിയ ചെറിയ സ്കാൽപ്പ് നമ്മൾ ചെയ്തു പോയിട്ട് അറൗണ്ട് ഒരു $40 പ്രോഫിറ്റ് ഈ ചെറിയ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാം 0.1 ഉണ്ട്, 0.01 ഉണ്ട്, അതുപോലെ 0.05 ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇവിടെ റിസ്ക് മാനേജ്മെന്റ് ചെയ്തിട്ടില്ല എന്ന്. നമ്മൾ സ്കാൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ക്യാൻഡിൽസിനെ കാണുമ്പോൾ നമുക്ക് റിസ്ക് മാനേജ്മെന്റ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ്, എവിടെയാണ് ടാർഗറ്റ് എന്നുള്ളത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. കാരണം നമ്മളൊരു ലോങ് ട്രേഡിംഗ് വ്യൂ സെറ്റപ്പിനേക്കാളും നല്ലത് എപ്പോഴും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രേഡ്, ഈ ഒരു സെൽ ക്യാൻഡിൽ, ഈ സെൽ ക്യാൻഡിൽ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സെല്ലിലോട്ടാണെന്ന് മനസ്സിലായി. അപ്പം ഓരോ അപ്പറിലും നമ്മൾ താഴോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ റീട്രേസ്മെന്റ് വരുമ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന സംഭവം, ഇവിടെയുള്ള സെല്ലേഴ്സിനെ പാനിക് ആക്കാനും ട്രാപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കയറുന്നത്. ഇത് ഏകദേശം ഒരു ഫിബിന്റെ 0.2 or 3 വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു വരും. ഇതും അതേപോലെ തന്നെ 0.5 എന്നാണ് മാർക്കറ്റ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈസി ഒബ്സർവേഷൻ ആണ് എപ്പോഴും മാർക്കറ്റ് നല്ലത്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് തിരിച്ചിറങ്ങിയിട്ട് ഈ ഒരു പ്രൈസിലോട്ട് തന്നെ വന്നു. അപ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ പോയിന്റ് നമുക്ക് സ്കാൽപ്പ് എടുത്തിട്ട് മാറാൻ പറ്റും. കാരണം ഹെവി ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ ഫോം ചെയ്തിട്ടില്ല. പിന്നെ പ്രൈസ് ക്യാൻഡിൽ ഹോൾട്ട് തിയറി, അഡ്വാൻസ്ഡ് പ്രൈസ് ആക്ഷൻ ഹോൾട്ട് തിയറി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് പറയുന്നുണ്ട് പ്രൈസ് എങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് മാനേജ്മെന്റ് നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും.
ഇന്നിപ്പോൾ അറൗണ്ട് ഒരു 20 ട്രേഡ്സോളം പോയിട്ട് നമുക്ക് ലോസ് വരാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കാൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിൻ്റെ ഒരു അനാട്ടമിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ആ ട്രേഡിനെ വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് ആണ് എനിക്ക് ഉണ്ടാവുക. ചെറിയ ചെറിയ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരു 20%, ഒരു 30% പ്രോഫിറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു $1000 അക്കൗണ്ട് ആണെങ്കിൽ ഒരു $150 $100 നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. ആ അക്കൗണ്ടിൽ വേണം നിങ്ങൾ സ്കാൽപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾ ഇമോഷൻ ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ വലിയൊരു ഫണ്ട് നമുക്ക് ലോസ് വരാനില്ല. സോ നമ്മളെ ടാർഗറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിന് സ്റ്റിക്ക് ഓൺ ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. കാരണം ഒരുപാട് റിസ്ക് മാനേജ്മെന്റും ഒരുപാട് സൈക്കോളജി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഒരു ട്രേഡിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭയം, ഈ ട്രേഡ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി മൺഡേ അല്ലേ ഒരു ട്രേഡ് ഉള്ളൂ, അപ്പോൾ മാക്സിമം നമ്മൾ പാനിക് ആവാൻ നോക്കുകയുള്ളൂ. എപ്പോഴും നല്ലത് ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് നമ്മൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യായിരിക്കും നല്ലത്. അതപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും സ്കാൽപ്പിങ്ങിന് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വീഡിയോസ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാൻ നോക്കുക. കാരണം അതിൽ EMA വെച്ചിട്ടും മലേഷ്യൻ SNR വെച്ചിട്ടും ICT വെച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തു പോകുന്നത്. ഒരുപാട് ലേണിംഗ് വീഡിയോസ് നമ്മൾ കണ്ട് കണ്ട് മൈൻഡ് സെറ്റ് ആകുമ്പോൾ നമുക്ക് റിയൽ മാർക്കറ്റിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്ത് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ ഗൈസ്, സോ നമുക്ക് മൺഡേ കാണാം.